ജോർജിയയിൽ ഈ റീസെൻ്റ്ലി ഈ പാർട്ട് ടൈം ജോബിൻ്റെ റെസ്ട്രിക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് വന്നു. സത്യം പറഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീണ്ടും അതിന് കുറേ അയവുകൾ വരുത്തി ഗവൺമെൻറ് പുതിയ സർക്കുലേഴ്സ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇവിടെ ഈ ടാക്സി ജോബ് അല്ലെങ്കിൽ ഡെലിവറി ജോബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീലാൻസിങ് ജോബാണ്. അപ്പോൾ ഇല്ലീഗലായിട്ട് വരുന്ന ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഈ ജോബ്സ് ആയിരുന്നു ഫോക്കസ് ചെയ്തത്. കാര്യം അവർക്ക് അതിൻ്റെ അകത്തൊന്നും സബ്മിറ്റ് ചെയ്യേണ്ട, വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ വോൾട്ട് ഐ ഡി വേണമെങ്കിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ഓടാമായിരുന്നു. അപ്പോൾ ഇല്ലീഗൽ ഇമിഗ്രേഷൻ ഈ രാജ്യത്ത് കൂടിയുണ്ട്. അത് കുറയ്ക്കാൻ, വെട്ടിച്ചുരുക്കാൻ വേണ്ടി ജോർജിയൻ ഡ്രീം പാർട്ടി, ജോർജിയൻ ഗവൺമെൻറ്റിൻ്റെ ആൻറ്റി ഇല്ലീഗൽ ഇമിഗ്രേഷൻ ലോ ആയിരുന്നു ഈ പറയുന്ന പാർട്ട് ടൈം ജോബുമായിട്ട് ബന്ധപ്പെട്ട് ജോർജിയയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ. അതിനെ ബാക്കിയുള്ള കൺസൾട്ടൻറ്റുമാർ സ്വയ താല്പര്യാർത്ഥം അവരതിനെ എടുത്ത് വേറൊരു രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കണ്ടന്റ് ചെയ്തു. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യം അവർക്ക് ഫിയർ ഫാക്ടർ വച്ച് സ്റ്റുഡൻസിന് അഡ്മിഷൻ പിടിക്കുന്ന ഒരുപാട് കൺസൾട്ടൻറ്റുമാർ ഈ ഫീൽഡിലുള്ളതാണ്. ബട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് പാസ് ഔട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തേക്കും ഏത് ലെവലിലോട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരുന്ന കൺസൾട്ടൻറ്റുമാരാണ് വേണ്ടത്. അല്ലാതെ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നു, ഇന്ത്യൻ എംബസി അല്ല ഇവിടെ വലുത്, നമ്മളാണ് വലുത് എന്ന് പറയുന്ന കൺസൾട്ടൻറ്റുമാരെ പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കരുത് സുഹൃത്തുക്കളെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുക.